വീട്ടമ്മമാരും വർക്കിംഗ് വുമനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, വർക്കിംഗ് വുമൻ്റെ കുട്ടികൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന കുട്ടികളായിരിക്കും. പൊതുവേ ഒരു 6 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ സ്കിൽസ് നന്നായിട്ട് ഡെവലപ്പ് ആവാൻ അത് സഹായിക്കും. അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്കിംഗ് വുമൻ്റെ കുട്ടികൾക്ക് കൂടുതലായിട്ട് നേടിയെടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു. ബിക്കോസ് വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ അവർ തന്നെ ചെയ്തേ മതിയാവും. 6 വയസ്സിന് മേളിലുള്ള വീട്ടിൽ തന്നെയുള്ള വീട്ടമ്മമാർ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളാണെങ്കിൽ പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ബെഡ് വിരിച്ചിടുക, സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ബാഗ്, സ്കൂൾ ബാഗിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ബാഗ് അറേഞ്ച് ചെയ്യുക, കഴിച്ച പാത്രം എടുത്ത് തിരിച്ചു വെക്കുക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഗേറ്റും ഡോറും ഒക്കെ അടയ്ക്കുക, അതുപോലെ തന്നെ പൂന്തോട്ടത്തിൽ ചെടികൾ നനയ്ക്കായിട്ട് സഹായിക്കുക. ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ, പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുഞ്ഞുങ്ങളെ ചെയ്ത് ശീലിപ്പിക്കുന്ന എപ്പോഴും അവരിൽ ഒരു ഉത്തരവാദിത്ത ബോധവും അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് അവരെ സഹായിക്കും. അപ്പോൾ ചുരുക്കമായി പറയുവാണെങ്കിൽ കുഞ്ഞ് ജനിച്ച ആദ്യത്തെ ഒരു 2-3 വയസ്സ് വരെ അമ്മയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കുഞ്ഞിന് വേണ്ടുന്നതാണ്. അതിനുശേഷം ഒരു 3 വയസ്സിന് മേളിലുള്ള കുട്ടികളാണെങ്കിൽ വർക്കിംഗ് വുമൻ്റെ കുട്ടികൾ കുറേ കൂടെ നന്നായിട്ട് ഉത്തരവാദിത്ത ബോധവും അതുപോലെ തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും നേടിയെടുക്കുന്ന കാര്യത്തിൽ മിടുക്കരായിരിക്കും.